പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടുഗദർ വിത്ത് ജീസസ് എന്ന ഈ പ്രോഗ്രാമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട പുതിയ ദിവസത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇൻഫാക്ട് ന്യൂ വർക്കിംഗ് വീക്ക്. ഇന്ന് എല്ലാവരും ജോലിക്ക് പോകുന്നു, സ്കൂളിലോട്ട് പോകുന്നു. കുഞ്ഞുങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ എക്സാം ഒക്കെയാണ്. ഞാൻ അവരെല്ലാം ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് കർത്താവ് ജയാളികളായിട്ടാണ്. ടു ബി എ വിക്ടറി ഓൾവേസ് വെരി പ്ലീസ്. അതാണ് എൻ്റെ നിങ്ങളുടെയും വിളി. എല്ലായിടത്തും എല്ലായ്പ്പോഴും യേശു ക്രിസ്തു മുഖാന്തരം ജയിക്കുന്ന വ്യക്തിയായി കർത്താവ് എന്നെ നിങ്ങളെയും വിളിച്ചിരിക്കുകയാണ്. ദാറ്റ്സ് ഹൗ വി ആർ ഡിസൈൻഡ്. ദാറ്റ്സ് ഹൗ വി ആർ ഡിസൈൻ ടു ലീവ്. അങ്ങനെ ജീവിക്കാൻ വേണ്ടിയാണ് എന്നെ നിങ്ങളെ. സാഹചര്യങ്ങൾ ചിലപ്പോൾ എതിരായിരിക്കാം, പ്രതികൂലങ്ങൾ കണ്ടേക്കാം, കൊടുങ്കാറ്റുകൾ കണ്ടേക്കാം, വിഷയങ്ങൾ കണ്ടേക്കാം. എന്നാൽ അതിന്റെ ഇടയ്ക്ക് നമ്മളെ ഒറ്റയ്ക്കല്ല കർത്താവ് വിട്ടത്. നമ്മുടെ ഏറ്റവും വലിയ ധൈര്യം, വി ആർ നോട്ട് എലോൺ. നമ്മൾ ഒറ്റയ്ക്കല്ല. പ്രൈസ്, ഒരു എക്സലിംഗ് പവർ കർത്താവ് എന്റെ അകത്ത് വെച്ചിട്ടുണ്ട്. എല്ലാത്തിനെയും മറികടക്കാനുള്ള ഒരു ദൈവശക്തി എന്റെ ഉള്ളിലുണ്ട്. അതെല്ലാം ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇന്ന് കേൾക്കുന്ന ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും ഓരോരുത്തരെയും അറിയിക്കുകയാണ്. ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് നിങ്ങളുടെ ഭവനത്തിലേക്ക് ക്രിസ്തുവിലുള്ള ആ സ്നേഹവും ആ സന്തോഷവും ആ ദൈവിക സമാധാനവും ഐ റിലീസ് ഇറ്റ്. ഈ പ്രഭാതത്തിൽ തന്നെ അത് റിലീസ് ചെയ്ത് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ജയമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്ലീസ്, ഏത് വിഷയത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും കർത്താവ് അതിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരാൻ മതിയായവനാണ്. നമ്മുടെ ഏറ്റവും വലിയ ധൈര്യം പുതിയ നിയമത്തിൽ നമ്മൾ നോക്കുമ്പോൾ പ്ലീസ്, ഹൗ ബ്ലെസ്ഡ് വി ആർ. നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്. എത്ര വലിയ ഭാഗ്യമാണ് കർത്താവ് എനിക്കും നിങ്ങൾക്കും തന്നത്. ദൈവവചനം എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നു. യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ് ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് റിസൈഡ്സ് ഇൻ യു. ആത്മാവ് ഉള്ളിൽ വസിക്കുകയാണ്. നിങ്ങളുടെ ഉള്ളിൽ എന്താണോ ഇരിക്കുന്നത് അതായിരിക്കും നിങ്ങളുടെ സറൗണ്ടിങ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. നിങ്ങളുടെ ഉള്ളിൽ ഭയമാണോ, നിങ്ങളുടെ ഉള്ളിൽ നിരാശയാണോ, നിങ്ങളുടെ ഉള്ളിൽ ദുഃഖിച്ചാണോ നടക്കുന്നത്, പരാജയ ഭീതിയിലാണോ നടക്കുന്നത്, ഫ്യൂച്ചറിലോട്ട് നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ലേ, പ്ലീസ്, ആ ചിന്തകളൊക്കെയാണ് നമ്മുടെ ഉള്ളം നിറഞ്ഞിരിക്കുന്നു എങ്കിൽ നമ്മൾ മുമ്പോട്ട് നോക്കുമ്പോഴും അത് മാത്രമേ കാണത്തുള്ളൂ. എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ആത്മാവ് നിറഞ്ഞവരായിട്ടാണ് നിൽക്കുന്നത്. അതാണ് യേശു സ്വർഗത്തിലേക്ക് കയറിപ്പോയി നോക്ക്, കർത്താവ് ശിഷ്യന്മാർക്ക് വാങ്ങി അയച്ച ഏറ്റവും വലിയ വാഗ്ദത്തം, ഇറ്റ് ഈസ് ദ ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ്. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. കർത്താവ് പറഞ്ഞില്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് വാതിലുകളെല്ലാം ഞാൻ തുറന്നു വെച്ചേക്കാം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് ഫണ്ട് പിരിച്ച് നിങ്ങൾക്ക് സുവിശേഷ വേലയ്ക്കൊക്കെ പോകാനില്ലേ, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഫണ്ടൊക്കെ റെഡിയാക്കി തരാമെന്നല്ല കർത്താവ് പറഞ്ഞ്. ഐ വിൽ ഗിവ് യു മൈ സ്പിരിറ്റ്. എന്റെ പിതാവ് എന്നെ ഏത് ആത്മാവിനാൽ നിറച്ചോ അതേ ആത്മാവിനാൽ ഞാൻ പിതാവിനോട് ചോദിച്ച ആ വാഗ്ദത്തം എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. ഇറ്റ് വിൽ സ്റ്റേ വിത്ത് യു ഓൾവേസ്. നിങ്ങളുടെ കൂടെ എന്നേക്കും. എനിക്ക് ആ വാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളുടെ കൂടെ എന്നേക്കും ഇരിക്കേണ്ടതിന്. ഇറ്റ് വിൽ നെവർ ലീവ് യു. കാരണം യേശു പറഞ്ഞിട്ടാണ് പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിലേക്ക് വന്നത്. യേശു പിതാവിനോട് ചോദിച്ചു. ഞാൻ പിതാവിനോട് യോഹന്നാൻ 14 പറയുകയാണ്, യേശു പറയുന്ന വാക്ക്, ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ നിങ്ങൾക്ക് തരും. യേശു ചോദിച്ചു വാങ്ങിച്ച് എനിക്ക് തന്നതാണ്. ഞാൻ അത് ഒരിക്കലും എന്റെ ഉള്ളിൽ നിന്ന് നഷ്ടപ്പെടത്തില്ല. കാരണം യേശു ആണ് എന്റെ ഉള്ളിൽ അതിനെ കൽപ്പിച്ചയച്ചത്. പ്ലീസ്, എത്ര പേര്, ഹൗ മെനി ഓഫ് യു അക്നോളജ് ദാറ്റ് ഹോളി സ്പിരിറ്റ്? എന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നുവെന്ന്. അതാണ് കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും, നിങ്ങൾ യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കും. നിങ്ങളിൽ വസിക്കുന്നത് ഈ ലോകത്തെ ജയിച്ച ആത്മാവാണ്. നിങ്ങളിൽ വസിക്കുന്നത് മരിച്ചതിനെ ജീവിപ്പിച്ച ദൈവത്തിന്റെ ആത്മാവാണ്. യേശുവിനെ സ്വർഗത്തോളം എടുത്തുകൊണ്ടുപോയ ആ പരിശുദ്ധാത്മാവാണ്. പുനരുദ്ധാനത്തിൽ കൂടെ നിന്ന, തുണ നിന്ന, യേശുവിന്റെ പരസ്യ ശുശ്രൂഷയിൽ മുഴുവൻ കൂടെ തുണ നിന്ന പരിശുദ്ധാത്മാവാണ്. നോക്ക്, യേശു യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനപ്പെട്ടപ്പോൾ സ്വർഗം തുറന്നു, അല്ലെ? പരിശുദ്ധാത്മാവ് അവന്റെ മേൽ കാണാവുന്ന നിലയിൽ ഒരു പ്രാവെന്ന രൂപത്തിൽ പരിശുദ്ധാത്മാവ് തന്റെ മേൽ ഇറങ്ങി വന്ന് വസിച്ചു.
വസിച്ചു കഴിഞ്ഞപ്പോൾ അവൻ ആത്മാവ് നിറഞ്ഞവനായി. നോക്ക് എങ്ങനെയാ നടന്നത്? ആത്മാവ് നിറഞ്ഞവനായി. ദൈവമക്കളോട് ഞാൻ പറയാം, പ്രീസിലോ, ചിലപ്പോൾ പൈസ ഇച്ചിരി കുറവായിരിക്കും, ചിലപ്പോൾ ബുദ്ധി ഇച്ചിരി കുറവായിരിക്കും, ചിലപ്പോൾ ആരോഗ്യം ഇച്ചിരി കുറവായിരിക്കും. പ്രീസ് പലയിടത്തും ഷോർട്ട് കമ്മിങ്സ് ചിലപ്പോൾ ജീവിതത്തിൽ കണ്ടേക്കാം. എന്നാൽ ആത്മാവ് നിറഞ്ഞവരായി നടന്നാൽ പ്രീസ് ഏത് ഷോർട്ട് കമ്മിങ് ഉണ്ടെങ്കിലും പ്രീസിലോ, പൗലോസ് അപ്പോസ്തലന്റെ ഒരു വാക്കുണ്ട്, ബലഹീനതകളിൽ തികഞ്ഞു വരുന്ന ദൈവശക്തി. നോക്ക് പ്രീസ്, എവിടെയൊക്കെയാണ് ഞാൻ വീക്കാണോ അവിടെയെല്ലാം ഹോളി സ്പിരിറ്റ് എന്നെ സ്ട്രോങ് ആക്കും. എവിടെയൊക്കെ ഞാൻ ചിലപ്പോൾ ചിലർ പറയും എനിക്ക് അങ്ങനെ സംസാരിക്കാനൊരു കഴിവില്ല, എനിക്ക് 10 പേരുടെ മുമ്പിൽ നിൽക്കാനുള്ള കഴിവില്ല, ആയിരിക്കാമെന്നേ. പക്ഷേ ദ ഹോളി സ്പിരിറ്റ് നോക്ക അപ്പോസ്തലന്മാർ ഭയപ്പെട്ട് അടച്ചിട്ടിരുന്ന മുറിയിൽ ഇരുന്നവരാണ്. അവർ 120 പേര് ഒന്നിച്ച് ഒരു മാളിക മുറിയിൽ ഒന്നിച്ചു കൂടി. പക്ഷേ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ പ്രീസ് പരിധികളെയെല്ലാം പൊട്ടിച്ചു. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ഏത് പട്ടണത്തിൽ യേശുവിനെ അവര് ക്രൂശിച്ചോ അതേ പട്ടണത്തിൽ യേശുവിനെ ക്രൂശിച്ചവരോട് കൈ ചൂണ്ടി സംസാരിച്ചു. നിങ്ങൾ ക്രൂശിച്ച നസ്രായനായ യേശുവിനെ പിതാവാം ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. നോക്ക് പരിശുദ്ധാത്മാവ്, ഇഫ് യു ഓണർ ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന് കൊടുക്കേണ്ട സ്ഥാനം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊടുക്കുന്നു എങ്കിൽ ജീവിതത്തിൽ ഒന്നിനും കുറവ് വരത്തില്ല. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഞാനൊരു വചനഭാഗം വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. റോമർക്ക് എഴുതിയ ലേഖനം അതിന്റെ 8-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിൽ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. നോക്കിയേ, നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ. 2 കാര്യങ്ങളാണ് നമ്മളെ ഡ്രൈവ് ചെയ്യുന്ന. 1 ഈസ് അവർ ഫ്ലഷ്, 2 ഈസ് അവർ സ്പിരിറ്റ്. ഒന്ന് നമ്മുടെ ജഡമാണ്. നോക്ക്, ജഡത്തിന്റെ ഇച്ഛ ദൈവത്തിന്റെ ഇച്ഛ ആത്മാവിന്റെ ഇച്ഛയേക്കാൾ ഒത്തിരി വിപരീതമാണ്. സ്പിരിറ്റ് ചിന്തിക്കുന്നത് പോലെയല്ല ജഡം ചിന്തിക്കുന്നത്. ജഡത്തിന് ഒത്തിരി നമ്മുടെ ഈ ബോഡി നോക്ക്, ഈ ബോഡിയുടെ ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് ദൈവവചനം പറയുന്നത് അത് കർത്താവിന്റെ വരവിൽ മാത്രമേ ഈ ശരീരം ട്രാൻസ്ഫോംഡ് ആകത്തുള്ളൂ. പക്ഷെ നിങ്ങളുടെ അകത്തിരിക്കുന്ന സ്പിരിറ്റ് നോക്കിയേ, ദൈവവചനം പറയുകയാണ് നിങ്ങളുടെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ. അപ്പൊ എവിടെയാ ശുഭതയുള്ളത്? പ്ലീസ്, യു ഹാവ് എ പെർഫെക്റ്റ് സ്പിരിറ്റ്. ഏത് സ്പിരിറ്റ് ആണ്? ദൈവത്തിന്റെ അതേ ആത്മാവ്, ദ സെയിം സ്പിരിറ്റ് ഓഫ് ഗോഡ്. നിങ്ങളുടെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭവും സുഖവുമായിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. അപ്പൊ എന്റെ സ്പിരിറ്റ് ഓക്കെ ആണെങ്കിൽ, എന്റെ സ്പിരിറ്റ് മാൻ ഓക്കെ ആണെങ്കിൽ, ഞാൻ ആത്മാവിൽ നടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഐ വിൽ ലാക്ക് നത്തിങ് ഇൻ മൈ ലൈഫ്. എന്റെ ജീവിതത്തിൽ ഏത് വലിയ പ്രതിസന്ധികൾ ഉണ്ടായാലും എത്ര വലിയ പ്രതികൂലങ്ങൾ ഉണ്ടായാലും എന്റെ അകത്തിരിക്കുന്ന ആത്മാവ് എന്നെ അതിൽ നിന്നെല്ലാം പുറത്തു കൊണ്ടുവരും. എന്റെ അകത്തിരിക്കുന്ന ആത്മാവ് ജയകരമായി എന്നെ നടത്തും. എന്റെ അകത്തിരിക്കുന്ന ആത്മാവ് എനിക്ക് ബോധം നഷ്ടപ്പെടുന്ന സമയങ്ങളുണ്ട്, നമ്മൾ ടെസ്റ്റഡ് ആകുന്ന സമയങ്ങളുണ്ട് അല്ലെ. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പം നമുക്ക് ഈ ജഡത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ജഡത്തിന്റെ ഒത്തിരി ഇച്ഛകളുണ്ട്. ജഡത്തിന്റെ ഇച്ഛകളെ ജയിക്കാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. സോ അക്നോളജ് ദ ഹോളി സ്പിരിറ്റ്. ഗലാത്യ ലേഖനം അതിന് 5-ാം അധ്യായം ആത്മാവിന്റെ സ്വഭാവത്തെക്കുറിച്ചും ജഡത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചും എഴുതിയിരിക്കുകയാണ്. 5-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം ഇങ്ങനെയാ പറയുന്നത്, ആത്മാവിനെ അനുസരിച്ച് നടപ്പി. പ്രൈസ് ദി ലോർഡ്. ഒബേ ദ ഹോളി സ്പിരിറ്റ്. ആത്മാവിനെ ഗിവ് യുവർ ഇയർ, ലെൻഡ് യുവർ ഇയർ ടു ദ സ്പിരിറ്റ്. ആത്മാവിന് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. ആത്മാവിന് നടത്തുന്ന ഒരു റലമുണ്ട്. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർക്ക് ഒന്നിനും ജീവിതത്തിൽ കുറവ് വരത്തില്ല. നോക്ക്, ആ ഹോളി സ്പിരിറ്റിനെ അക്നോളജ് ചെയ്യുന്നെങ്കിൽ, ആ പരിശുദ്ധാത്മാവിന് കൊടുക്കേണ്ട സ്ഥാനം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊടുക്കുന്നവരാണെങ്കിൽ, ഞാൻ ഉറപ്പോടെ പറയാം ദൈവമക്കളെ ഒന്നിലും കുറവ് വരത്തില്ല. ഇന്ന് ചില പരാജയങ്ങളിലൂടെ പോകുന്നുണ്ടായിരിക്കാം. ഇന്ന് ചിലപ്പോൾ ഫേസ് ചെയ്യുന്ന ചില വെല്ലുവിളികൾ ഉണ്ടാക്കാം. ചിലപ്പോൾ ഒരു രോഗത്തിൽ ഡോക്ടർമാരെല്ലാം തീർന്നു, എല്ലാം നഷ്ടപ്പെട്ടു, ഇനി മുമ്പോട്ട് ഒരു സാധ്യതയും ഇല്ല എന്ന് പറഞ്ഞ വ്യക്തിയായിരിക്കാം. എന്നാൽ കർത്താവിന്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുന്ന, കർത്താവായ യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയും ഒരു നാളും ലജ്ജിക്കാൻ കർത്താവ് സമ്മതിക്കത്തില്ല. Your God will never put you to shame. നിങ്ങൾ ലജ്ജിക്കാൻ സമ്മതിക്കത്തില്ല. നിങ്ങളുടെ തല താഴാൻ സമ്മതിക്കത്തില്ല. ഏത് പ്രതികൂലത്തിന്റെ അകത്തും നിങ്ങളുടെ അകത്ത് വസിക്കുന്ന, നിങ്ങളുടെ അകത്ത് എന്താണോ അതായിരിക്കും നിങ്ങളുടെ സറൗണ്ടിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. നിങ്ങളുടെ അകത്ത് ഭയമാണ്, നിരാശയാണ്, ദുഃഖമാണ്, എന്തായി തീരുമെന്നുള്ള ആകുലതയാണെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടുകളെ അതായിരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. നേരെ മറിച്ച് ദൈവത്തിന്റെ ആത്മാവാണ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഏത് സാഹചര്യത്തിനെയും ദൈവവചനം റോമർക്ക് എഴുതിയ ലേഖനം 8-ൽ വായിക്കുകയാണ്, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നത്.
ചത്ത പോലും അതിനെ ജീവിപ്പിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ എന്നാ പറഞ്ഞു. അങ്ങനെ തന്നെ യേശു എങ്ങനെ ഉയർത്തെഴുന്നേറ്റോ അങ്ങനെ തന്നെ നിങ്ങൾ മരിച്ചു കിടന്നാൽ ആ ശവക്കുഴിക്ക് അകത്തുനിന്ന് എല്ലും പല്ലുമായി കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് തേജസ്സുള്ള ഒരു ശരീരം ധരിപ്പിച്ച് എന്റെ കർത്താവ് ഉയർത്താൻ മതിയായവന. ഇന്ന് തകർന്നാണോ കിടക്കുന്നത്? ദാരിദ്ര്യത്തിൽ കിടക്കുകയാണോ? സാമ്പത്തികമായ വെല്ലുവിളികളിലൂടെ കടന്നു പോകുകയാണോ? പ്ലീസ് ആത്മാവിനെ ആരോടൊക്കെയോ ഇന്ന് പരിശുദ്ധാത്മാവിന്റെ ശബ്ദമാണിത് കേട്ടോ. റജിയുടെ ശബ്ദമല്ല, പരിശുദ്ധാത്മാവിന്റെ ശബ്ദമാണ്. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ. ഒബേ ദ ഹോളി സ്പിരിറ്റ്, സബ്മിറ്റ് ടു ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ട് പരിശുദ്ധാത്മാവ് എന്താ ചെയ്യുന്നതെന്നറിയോ? പരിശുദ്ധാത്മാവ് ക്രിസ്തു എന്ന തലയോളം എന്നെ വളർത്തും. പരിശുദ്ധാത്മാവ് യേശുക്രിസ്തുവിന്റെ ഇഷ്ടം എന്നിൽ സാധിപ്പിച്ചു തരും. കർത്താവ് എന്നെ കുറിച്ചുള്ള പദ്ധതി അതെന്താണോ പരിശുദ്ധാത്മാവ് അത് എനിക്ക് വെളിപ്പെടുത്തി തരാൻ തുടങ്ങും. എന്നെ കുറിച്ച് എന്റെ ഫ്യൂച്ചർ എന്നാണോ, ഞാൻ ദൈവമക്കളോട് പറയാം, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരുടെ എല്ലാവരുടെയും ഫ്യൂച്ചർ അനുഗ്രഹിക്കും. പലർക്കും അതല്ലേ, എന്റെ ഭാവി എന്നായിത്തീരും, എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്നായിത്തീരും. നമ്മൾ ഇന്ന് പോകുന്ന വിഷയത്തിൽ അതിന്റെ ഔട്ട്കം എന്തായിരിക്കും? ഇതിന്റെ അകത്ത് ഞാൻ തീർന്നു പോകുമോ? ഈ രോഗം എന്നെയും കൊണ്ട് പോകുമോ? ഇതൊക്കെ ആയിരിക്കും. പക്ഷേ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർക്ക് ഒരു കാര്യം അറിയാം, ദോഷമായിട്ടൊന്നും എന്റെ ജീവിതത്തിൽ വരത്തില്ല. എന്റെ പിതാവ് എല്ലാ സമയത്തും എന്റെ കൂടെയുണ്ട്. ഇവിടെ ദൈവവചനം പറയാണ് ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ. അപ്പോസ്തലന്മാർ നോക്ക്, ആ പരിശുദ്ധാത്മാവിന്റെ നിറവും ശക്തിയും അവരുടെ അകത്ത് വന്നപ്പോൾ അവരാള് മാറുന്നത് പോലെ മാറി. എന്തായിരുന്നു അവരുടെ സ്വഭാവം? അവർ ഭയമായിരുന്നു. അവർ നിരാശപ്പെട്ടിരുന്ന വ്യക്തികളായിരുന്നു. അവർ ആകുലപ്പെട്ടിരുന്ന വ്യക്തികളാണ്. ഈ നോക്ക് യേശു കാൽവറി ക്രൂശിലോട്ട് പോയപ്പോൾ അവർ പല സ്ഥലങ്ങളിലേക്ക് അവർ ചെതറിപ്പോയി. രണ്ടുപേരെ എമ്മൂസിലോട്ട് കടന്നുപോയത് നമുക്കറിയാം. ചിലർ മീൻ പിടിക്കാൻ പോയതെന്ന് അറിയാം, ചിലർ അടച്ചിട്ടിരുന്ന മുറിയിൽ ഇരുന്ന് അറിയാം. അവർ ഭയമാണ്. ആത്മാവ് വരുമ്പം ഒന്നാമത് സംഭവിക്കുന്നത്, ഇറ്റ് വിൽ ടേക്ക് അവേ അവർ ഫിയർ. എന്റെ ഭയത്തെ എടുത്തു മാറ്റും, എന്റെ നിരാശയെ എടുത്തു മാറ്റും. എനിക്ക് അടുത്ത ചുവട് വെക്കാൻ ഐ മേ ബി ബ്ലൈൻഡ്, എനിക്ക് ഒന്നും കാണുന്നില്ല, മുഴുവൻ ഇരുട്ടായിരിക്കും എന്റെ മുമ്പിൽ കാണുന്നത്. ആ ഇരുട്ടിനെ എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റും. നോക്ക്, ഇറ്റ് വിൽ ടേക്ക് അവേ യുവർ ഫിയർ ആൻഡ് ഗിവ് യു കറേജ്. ശക്തി തരും, ബലം തരും. ആ പരിശുദ്ധാത്മാവ് എന്റെ മുമ്പോട്ട് നോക്ക്. അപ്പോസ്തലന്മാർ അവര് 120 പേര് ഒന്നിച്ചുകൂടി അവര് പട്ടണത്തിൽ ഇറങ്ങി. ആദ്യം 3000 പേര് രക്ഷിക്കപ്പെട്ടു. 4 അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എണ്ണം 5000-ആയി. എണ്ണം 5000-ആയപ്പോൾ അവർക്ക് ഉപദ്രവം ഉണ്ടായി. നോക്കിയേ, പരീശന്മാരും ന്യായശാസ്ത്രിമാരും എല്ലാവരും കൂടെ അവരുടെ എതിരെ അവർ ഒന്നിച്ചുകൂടി. നിങ്ങൾ എന്നാണ് ഈ പറയുന്നത്? നിങ്ങളൊരു പുതിയ മാർഗം സംസാരിക്കുന്നോ എന്നൊക്കെ ചോദിച്ച് അവരെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. മേലെ മിണ്ടിപ്പോകരുതെന്ന് പറയാൻ തുടങ്ങി. നോക്ക്, അങ്ങനെയൊക്കെ പറയുമ്പോഴും പ്രൈസ് ലോർഡ്, നോക്കിക്ക, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ പത്രോസിനും യോഹന്നാനും എന്തായിരുന്നു ഉണ്ടായിരുന്ന? 4-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും. അപ്പൊ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു വ്യക്തിക്ക് എന്തായിരിക്കും ഉള്ളത്? ധൈര്യമുണ്ടായിരിക്കും. നോക്ക്, അതിന്റെ 8-ാം വാക്യം നോക്കിയ 4:8 നോക്കിയേ. പത്രോസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അവരോട്, ജനത്തിന്റെ പ്രമാണികളോടും മൂപ്പന്മാരുമായുള്ളവരെ, ഈ ബലഹീന മനുഷ്യനുണ്ടായ ഉപകാരം നിമിത്തം ഇവൻ എന്തിനാൽ സൗഖ്യമായി എന്ന് ഞങ്ങളെ ഇന്ന് വിസ്തരിക്കുന്നു എങ്കിൽ, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ മരിച്ചവരിൽ നിന്നും കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അവരെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഈ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൽ ഇരുന്നവൻ സൗഖ്യമായപ്പോൾ ചോദ്യം ചെയ്യാൻ തുടങ്ങി, ഇവൻ എന്തിനാൽ സൗഖ്യമായി? യേശുവിന്റെ നാമത്തിൽ സൗഖ്യമായെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വെല്ലുവിളിയായി. പക്ഷേ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പത്രോസ് സംസാരിക്കുകയാണ്, യോഹന്നാൻ സംസാരിക്കുകയാണ്. അവിടെ എഴുതിയിരിക്കുന്ന ഒരു ഭാഗമുണ്ട്, പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം. അപ്പൊ പരിശുദ്ധാത്മാവ് എന്ത് തരുന്നതാണ്? എനിക്ക് ധൈര്യം തരും. ഇറ്റ് വിൽ ഗിവ് മീ കറേജ്. മുമ്പോട്ട് പോകാനുള്ള ശക്തി തരും. എത്ര വലിയ പ്രതികൂലങ്ങൾ നോക്ക്, ഒരു പടക്കൂട്ടം എന്റെ നേരെ പാഞ്ഞു വന്നാലും ഞാൻ അധൈര്യപ്പെടത്തില്ല. കാരണം എന്റെ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവ്. ഒരു സൈന്യം വന്നാലും, ഒരു പടക്കൂറ്റം എന്റെ നേരെ പാഞ്ഞു വന്നാലും ഐ വിൽ നോട്ട് ഫിയർ. എനിക്ക്
ധൈര്യം തരുന്നതാണ് പരിശുദ്ധാത്മാവ്. ഇവിടെ എഴുതിയിരിക്കുക പത്രോസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായി. അപ്പൊ എങ്ങനെ വേണം സംസാരിക്കാൻ, എങ്ങനെ വേണം ദൈവമക്കൾ നടക്കാൻ? ഫിൽ വിത്ത് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ് നിൽക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഏത് വലിയ പ്രതികൂലമായ സാഹചര്യമാണെങ്കിലും, എത്ര വലിയ വെല്ലുവിളിയാണെങ്കിലും, സാമ്പത്തികമായ തകർച്ചയാണെങ്കിലും, ഇനി തീർന്നെന്ന് നിങ്ങളുടെ വീട്ടുകാരും നാട്ടുകാരും ചാർച്ചക്കാരും മുഴുവൻ എഴുതി തള്ളിയതാണെങ്കിലും, അവന് ഹീസ് ഗുഡ് ഫോർ നത്തിങ് എഴുതി തള്ളിയതാണെങ്കിലും, നോക്ക് പ്രിയ, അതിന്റെ അകത്തുനിന്ന് പരിശുദ്ധാത്മാവ് ഉയർത്തിക്കൊണ്ടുവരും. മറ്റുള്ളവരുടെ മുമ്പിൽ ഉയർത്തിക്കൊണ്ടുവരും. നിങ്ങളെ ലജ്ജിപ്പിച്ചവരുടെ മധ്യത്തിൽ, നിങ്ങളെ നിന്ദിച്ചവരുടെ മധ്യത്തിൽ, നിങ്ങളെ ബെടക്കെന്ന് എണ്ണിയവരുടെ മധ്യത്തിൽ, ഇവൻ തീർന്നുപോയി എന്ന് പറഞ്ഞവരുടെ മധ്യത്തിൽ എന്റെ കർത്താവ് നിങ്ങളെ ഉയർപ്പിക്കും. ഇവിടെ എഴുതിയിരിക്കുക, പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും. പരിശുദ്ധാത്മാവ് എന്റെ മേൽ വരുമ്പം പിന്നെ എന്റെ നോളജ് അല്ല, എന്റെ വിദ്യാഭ്യാസമല്ല, ഇവർ അവിടെ എഴുതിയിരിക്കുക പഠിപ്പില്ലാത്തവരും സാമാന്യ മനുഷ്യരും സാധാരണക്കാരായ. നോക്ക, ഇവർ സാധാരണക്കാരായ മുക്കവരാണ്. ഇവർക്ക് എങ്ങനെ ഈ ധൈര്യം കിട്ടി? ഇവരെങ്ങനെയാണ് ഈ യോവേൽ പ്രവചനമൊക്കെ കോട്ട് ചെയ്ത്? നമുക്ക് പോലും അറിയത്തില്ല. ഈ യോവേൽ പ്രവചനമൊക്കെ കോട്ട് ചെയ്ത് അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരുമെന്നൊക്കെ ഈ സാധാരണ മനുഷ്യർ, ദീസ് അൺസ്കൂൾഡ് പീപ്പിൾ, സ്കൂളിൽ പോകാത്ത വെറും മുക്കവരായ മീൻ മണക്കുന്ന ഇവരെങ്ങനെയാണ് ഇത് സംസാരിക്കുന്നത്? ഇവരുടെ ധൈര്യം കാണുകയാണ്. അപ്പൊ പരിശുദ്ധാത്മാവ് തരുന്നത് ധൈര്യമാണ്. പരിശുദ്ധാത്മാവ് തരുന്നത് ഏത് വിഷയത്തെയും ഓവർകം ചെയ്യാൻ. എത്ര പേർ പറയും ഐ വിൽ ബി ഓവർകമർ? ഞാൻ ഈ മാസം കർത്താവ് എന്നോട് പറഞ്ഞത് ദിസ് മന്ത് ഓഫ് ഓവർകമ്മിങ്. ഇനിയും ചില ദിവസങ്ങൾ തീരാനുണ്ട്. ഇനിയും 25 ഇനി 5-6 ദിവസം ഇനിയും എന്ത് ചെയ്യാനുണ്ട്? ഈ മാസം തീരാനുണ്ട് അല്ലെ? ദിസ് വിൽ ബി ദ മന്ത് ഓഫ് ഓവർകമ്മിങ്. ചിലതിനെയൊക്കെ മറികടക്കും. എങ്ങനെ മറികടക്കും? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. എന്നെ ശക്തനാക്കുന്ന കർത്താവിന്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം. ആത്മാവിൽ നിറഞ്ഞാൽ മതി. പലപ്പോഴും ഈ ആത്മാവിൽ നിറയുക എന്ന് പറയുന്ന കാര്യം പലപ്പോഴും ഈ സഭയിലൊക്കെ വരുമ്പം കൈയടിക്കുന്നതും ഓർഗന്റെ താളവും നോക്കിയ ശബ്ദവും അന്യഭാഷ ഒന്നും അല്ലെന്നേ. പരിശുദ്ധാത്മാവിൽ ഒരു വ്യക്തിക്ക് നിറയണമെങ്കിൽ ഓർഗന്റെ താളം വേണ്ട. ഓർഗന്റെ താളം ഇത് ഈ പലപ്പോഴും ഓർഗനും ഡ്രംസും ഒക്കെ നമ്മുടെ ഇമോഷൻസ് വർദ്ധിപ്പിക്കുന്നതാണ്. ആ ഓർഗൻ അടിക്കുമ്പോൾ, ആ ഡ്രംസ് അടിക്കുമ്പോൾ, ഓർഗൻ വായിക്കുമ്പോഴൊക്കെ അതിന്റെ താളമൊക്കെ ഒരു നോക്ക്, നമ്മുടെ എമോഷൻസ് റൈസ് ചെയ്യുക. എന്നാൽ എമോഷൻ അല്ല ഹോളി സ്പിരിറ്റ്. നോക്ക് ആത്മാവിൽ നിറഞ്ഞപ്പം അവർക്ക് അത് എമോഷൻ അല്ല. അവരെല്ലാവരും സ്വർഗത്തിൽ നിന്ന് തീയ അവരുടെ മേലെ ഇറങ്ങി വന്ന്. നിങ്ങളുടെ മേലും കർത്താവ് ഹി വിൽ ഫിൽ യു വിത്ത് ദ സെയിം അനോയിന്റിങ്. യേശുവിനെ പിതാവാം ദൈവം ഏത് പരിശുദ്ധാത്മാവിനാൽ നിറച്ചോ അതേ ഒരു സബ്സ്റ്റാൻഡേർഡ് സ്പിരിറ്റ് അല്ല. ഗോഡ് വാണ്ട്സ് ടു ഗിവ് യു ദ സെയിം സ്പിരിറ്റ്. ഒറ്റ ആത്മാവേ ഉള്ളൂ, ഡ്യൂപ്ലിക്കേറ്റ് ഇല്ല. നോക്ക്, ഡ്യൂപ്ലിക്കേറ്റ് സ്പിരിറ്റ് ഇല്ല. ഒറ്റ സ്പിരിറ്റേ ഉള്ളൂ. അത് ഗോഡ് സ്പിരിറ്റ് ആണ്, ദൈവത്തിന്റെ ആത്മാവാണ്. ആത്മാവ് തരുമ്പോ ഇവര് സാധാരണ വ്യക്തികളായിരുന്നു. ആത്മാവ് വന്ന്, ഞാൻ പറയട്ടെ, സാധാരണക്കാരെ അസാധാരണക്കാരാക്കും. നിങ്ങളുടെ വിദ്യാഭ്യാസം കൊണ്ടോ ചിലപ്പോൾ നിങ്ങൾക്ക് ഡോക്ടറേറ്റ് ഇല്ലായിരിക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ 10ാം ക്ലാസ്സേ ഉള്ളായിരിക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ 8ാം ക്ലാസ്സേ ഉള്ളായിരിക്കും. ഒരു യോഗ്യതയുമില്ല. എന്നാൽ ഡോക്ടറേറ്റ് ഉള്ളവരെക്കാളിൽ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ എന്റെ കർത്താവിന് നിങ്ങളെ ഉയർത്താൻ പറ്റും. ദാറ്റ് ഈസ് ദ സ്പിരിറ്റ്. ഞാൻ എത്രയോ സാക്ഷ്യങ്ങൾ, എത്രയോ പേരുടെ സാക്ഷ്യം ഇന്നലെ നമ്മുടെ ശുഭബ്രദറിന്റെ ഒരു സാക്ഷ്യം പറയുകയായിരുന്നു. ഇന്നലെ ആ ചർച്ചിൽ ശുശ്രൂഷിക്കുന്ന മധ്യത്തിൽ പെട്ടെന്ന് ശുഭബ്രദറിന്റെ സാക്ഷ്യം എന്റെ ഉള്ളിലോട്ട് വന്നു. നോക്ക്, 10ാം ക്ലാസ് വരെ വിദ്യാഭ്യാസമേ ഉള്ളൂ. പക്ഷെ എഞ്ചിനീയറിംഗ് കോളേജിൽ 10 വർഷം പഠിപ്പിച്ചു. വിദ്യാഭ്യാസം തന്നെ യോഗ്യതയില്ലെന്നേ. അയോഗ്യന്മാർ ശുഭബ്രദറിനെ കുറിച്ച് പറയുമ്പോൾ ഇന്നേക്ക് 18 വർഷം മുമ്പേ വൈദ്യശാസ്ത്രം തീർന്നു പോകുമെന്ന് പറഞ്ഞ് ക്യാൻസർ വന്നെടുത്ത് തിരിഞ്ഞ് 3 മാസേ ജീവിക്കുള്ളൂ എന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞെടുത്ത് കർത്താവ് നമ്മുടെ ഒരു മീറ്റിംഗിൽ അത്ഭുതകരമായി സൗഖ്യമാക്കിയതാണ്. ഇന്ന് അതിനുശേഷം ജോലി കർത്താവ് കൊടുത്തു, വഴികൾ തുറന്നു. യേശുവിനെ ആ വീട് സ്വീകരിച്ചപ്പോൾ ആ വീടിന്റെ മൊത്തത്തിലുള്ള അവസ്ഥ മാറി. ഭവനത്തെ കർത്താവ് അനുഗ്രഹിച്ചു, മാനിച്ചു, മറ്റുള്ളവരുടെ ഇടയിൽ മാനിച്ചു. ഞാൻ പലപ്പോഴും സാക്ഷ്യം പറയും, 10 വർഷം ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിച്ചു. 10ാം ക്ലാസ് യോഗ്യത തന്നെ. 10ാം ക്ലാസ് നോക്ക്, ഇവർക്ക് യോഗ്യതയില്ലായിരുന്നു. ദേ വർ അൺസ്കൂൾഡ്. അവര് വിദ്യാഭ്യാസമില്ല. സാമാന്യ മനുഷ്യർ, സാധാരണക്കാർ. ഈ സാധാരണക്കാരെ അസാധാരണക്കാരനാക്കാൻ പരിശുദ്ധാത്മാവിന് പറ്റും.
ഓണർ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ആത്മാവിന് കൊടുക്കേണ്ട സാധനം നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് കൊടുത്തേ. പരിശുദ്ധാത്മാവിന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അവസരം ഒന്ന് കൊടുത്തേ. ഐ ഓണർ യു ഹോളി സ്പിരിറ്റ് എന്നൊന്ന് പറഞ്ഞേ. നിങ്ങളുടെ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേട്ട് നടന്ന് തുടങ്ങിക്കേ. വേണ്ട എന്ന് പരിശുദ്ധാത്മാവ് പറയുന്ന കാര്യം വേണ്ട എന്ന് വെച്ചേ. നോക്കിയേ, നമ്മൾ വായിക്കുന്നുണ്ട്, ആസിയയിലേക്ക് പോകാൻ പൗലോസ് ആഗ്രഹിച്ചപ്പോൾ ആത്മാവ് തടഞ്ഞു. പറ്റത്തില്ല, ഞാൻ പോയിട്ടേ ഉള്ളെന്ന് പറഞ്ഞു. ഹോളി സ്പിരിറ്റ് ബ്ലോക്ക് ചെയ്തു. പക്ഷേ അത് മാസിഡോണിയയിലേക്കുള്ള വാതിലാണ്. ഇപ്പൊ നീ ആസിയക്കല്ല പോകണ്ട, നീ മാസിഡോണിയയിലാണ്. എനിക്ക് റൂട്ട് മാപ്പ് തരും. ഹോളി സ്പിരിറ്റ്, ദ ഹോളി സ്പിരിറ്റ് becomes your navigator, you will be victorious every place. എല്ലായിടത്തും ജയാളിയായിരിക്കും നിങ്ങൾ. പരിശുദ്ധാത്മാവ് നിങ്ങളെ നാവിഗേറ്റ് ചെയ്യാൻ തുടങ്ങും. നോക്ക്, അപ്പോസ്തലനായ പത്രോസ് അവിടെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സംസാരിക്കുകയാണ്. ഏത് വലിയ പ്രതികൂലത്തെ അതിന്റെ മധ്യത്തിൽ എല്ലാരും വാടൂരി പിടിച്ച് നിന്റെ നേരെ വരുമ്പോഴും നോക്ക്, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞപ്പം വാടൂരി പിടിച്ചവൻ പേടിച്ചുപോയി. യുവന്മാരുടെ അസാധാരണമായ ധൈര്യം. ഇവർക്ക് എങ്ങനെ ഈ ധൈര്യം വരും? ഇവര് സാമാന്യ മനുഷ്യർ, സാധാരണക്കാരല്ലേ, മുക്കവന്മാരല്ലേ, സ്കൂളിൽ പോലും പോകാത്ത ഇവരെങ്ങനെ സംസാരിക്കുന്നത്? അസാധാരണമായ ധൈര്യം. അപ്പൊ പരിശുദ്ധാത്മാവ് എനിക്കും നിങ്ങൾക്കും തരുന്നത് ഒന്ന് അസാധാരണമായ ധൈര്യമാണ്. രണ്ട്, you can overcome every fleshy natures. നമ്മുടെ എല്ലാ ജഡിക സ്വഭാവങ്ങളെയും എനിക്ക് പരിശുദ്ധാത്മാവിൽ ജയിക്കാൻ പറ്റും. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് നമ്മുടെ ജഡ സ്വഭാവം. രണ്ട്, ഹോളി സ്പിരിറ്റ് ഉണ്ടോ, ഈവിൾ സ്പിരിറ്റും ഉണ്ട്. പല വ്യക്തികളും, ഞാൻ ദൈവമക്കളോടും കൂടിയാ പറയുന്നത്. എത്ര പേര് അണ്ടർ ദ അറ്റാക്ക് ഓഫ് ദ ഈവിൾ സ്പിരിറ്റ്. പിശാചിന്റെ പല പ്രവർത്തികളും, ദ ഇൻഫ്ലുവൻസ് ഓഫ് സേറ്റൻ ഇസ് അപ്പോൺ ദർ ലൈഫ്, ഒരു ജീവിതത്തിന്റെ മേൽ. അപ്പം പരിശുദ്ധാത്മാവിന് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ മേൽ നമുക്ക് ജയം തരാൻ പറ്റും. നിന്റെ കാലിന്റെ കീഴിൽ സാത്താന്യത്തിന്റെ പ്രവർത്തികളെ നിന്റെ കാലിന്റെ കീഴിൽ മെതിച്ചു കളയാൻ പരിശുദ്ധാത്മാവ് നിനക്ക് ബലം തരും. രണ്ട്, നമ്മുടെ ജഡത്തിന്റെ ചിന്തകളുണ്ട്. നമ്മുടെ മൈൻഡിൽ കൂടെ പോകുന്ന എത്രയോ കാര്യങ്ങളുണ്ട്, നമ്മുടെ മനസ്സിൽ കൂടെ പോകുന്നു. അതിനെയെല്ലാം വാഴാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കും. എന്റെ ഫ്ലഷ്ലി നേച്ചേഴ്സ്, എന്റെ ജഡ സ്വഭാവം. നമ്മൾ ആദ്യത്തെ കുറിവാക്യത്തിൽ അതല്ലേ വായിച്ചത്? ജഡത്തിന്റെ ഇച്ഛകളെയെല്ലാം, വേണ്ടാത്ത ഇച്ഛകളെയെല്ലാം മാറ്റിവെക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കും. രണ്ട്, ഈവിൾ സ്പിരിറ്റ്. ഇതിനെതിരെ പിശാച് പല തന്ത്രങ്ങളും, പക്ഷെ അവൻ പരാജയപ്പെട്ടവനാണ്, അവൻ തോറ്റവനാണ്. കടം കൊണ്ടുവന്നിട്ട്, വീട്ടിൽ അസമാധാനം കൊണ്ടുവന്നിട്ട്, വീടിന്റെ സ്വസ്ഥതയും സമാധാനത്തെയും തകർക്കാൻ നോക്കുന്ന സകല പൈശാചിക ബന്ധനങ്ങളുടെ മേലും നിന്റെ അകത്ത് വാഴുന്ന പരിശുദ്ധാത്മാവിന് അതിനെ തകർത്ത് കളയാനുള്ള ശക്തിയുണ്ട്. ആ പരിശുദ്ധാത്മാവിനെ ഒന്ന് ആശ്രയിച്ച് അക്നോളജ് ചെയ്ത് ഒന്ന് നടന്നേ. അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 13-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, അതിന്റെ 13-ാം അധ്യായം വായിക്കുമ്പോൾ നോക്ക്, അവിടെ ബർന്നബാസും ശൗലിനെയും വരുത്തി ദൈവവചനം കേൾക്കാൻ അവിടുത്തെ ദേശാധിപതി ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഇടയിൽ എലീമാസ് എന്നൊരു വ്യക്തി അവിടെ എഴുന്നേൽക്കുകയാണ്. അവരോട് എതിർത്തു. ദേശാധിപതിയുടെ വിശ്വാസം, പലപ്പോഴും പിശാചിന്റെ ഏറ്റവും വലിയൊരു പദ്ധതി എന്നാണെന്നറിയോ? വിശ്വാസം തകർത്ത് കളയാൻ നോക്കുക, തകർക്കാൻ നോക്കുക, വിശ്വാസത്തെ തകർക്കാൻ നോക്കുക. നിന്റെ ഉള്ളിലുള്ള ഫെയ്ത്തിനെ, അതൊന്നും നടക്കാൻ പോകുന്നില്ല. അത് അവരുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ നടന്നു കാണും, നിന്റെ ജീവിതത്തിൽ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. നോക്ക്, അവിടെ വിശ്വാസം തകർത്ത് കളയാൻ നോക്കുകയാണ്. ഒരു വ്യക്തി കടന്ന് വിശ്വസിക്കാൻ തുടങ്ങിയാൽ ആ വ്യക്തിയുടെ മുമ്പിൽ മാറാത്ത ഒരു സാഹചര്യവും ഇല്ല. ഒരു വ്യക്തി യേശുവിൽ വിശ്വസിക്കാൻ തുടങ്ങിയാൽ അവസ്ഥകൾ മാറിയിരിക്കും. ഒരു വീട് യേശുവിനെ സ്വീകരിക്കാൻ തുടങ്ങിയാൽ ആ വീട് ആ ദേശത്തെ തന്നെ അനുഗ്രഹിക്കപ്പെട്ട ഭവനമായി മാറും.
നോക്കിയ സാമാന്യ മനുഷ്യരായ പത്രോസിനെയും യോഹന്നാനെയും ഒക്കെ ഉപയോഗിച്ചത് കണ്ടില്ല. സാധാരണക്കാരാണ്. ചിലപ്പോ നീ ഒന്നും പഠിച്ചില്ലായിരിക്കും, വിദ്യാഭ്യാസം ചെയ്യേണ്ട കാലത്ത് അത് ചെയ്യാൻ ചിലപ്പോൾ പറ്റിയില്ലായിരിക്കും. സാരയില്ലെന്നേ, ഫിൽ വിത്ത് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞൊന്ന് നടന്നേ, ആത്മാവിനെ ഒന്ന് അനുസരിച്ച് ഒന്ന് നടന്നേ. പലപ്പോഴും ഈ ജഡത്തിന്റെ ശബ്ദം കേൾക്കാതെ ആത്മാവിന്റെ ശബ്ദം ഒന്ന് കേട്ടു തുടങ്ങി. ആത്മാവിന്റെ ആഗ്രഹമൊക്കെ എന്നാണെന്ന് ദൈവവചന ഗലാത്യലേഖനം 5 പോയി വായിക്കും. ആത്മാവിന്റെ ഇഷ്ടം എന്നാ, ജഡത്തിന്റെ ഇഷ്ടം എന്നാ, രണ്ടും വേർതിരിച്ച് പറഞ്ഞിരിക്കുക. ആത്മാവുള്ളവൻ എങ്ങനെയായിരിക്കും? ജഡത്തിൽ നടക്കുന്ന വ്യക്തി എങ്ങനെയായിരിക്കും? ഇവിടെ നോക്കിക്കേ, നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. അതിനെ ഈ ഫ്ലഷ്ലി നേച്ചേഴ്സിനെ ഓവർകം ചെയ്യാൻ പറ്റും. നോക്ക്, അപ്പം അവിടെ ദേശാധിപതിയുടെ വിശ്വാസം തകർത്ത് കളയാൻ ശ്രമിച്ചു. അപ്പോൾ പൗലോസ് എന്ന് പേരുള്ള ശൗൽ പരിശുദ്ധാത്മപൂർണനായി അവനെ ഉറ്റുനോക്കി. നിന്റെ നോട്ടത്തിൽ പോലും അഭിഷേകമുണ്ട്. പൗലോസ് കൂടുതൽ വാക്കൊന്നും അവിടെ പറഞ്ഞില്ല, ഒറ്റ നോട്ടം നോക്കിയതേ ഉള്ളൂ. നീ ഒന്ന് നോക്കിയാൽ മതി, പാതാള ഗോപുരം ഇടിഞ്ഞ് നിലത്ത് വീഴും. പിശാചിന്റെ പ്രവൃത്തികൾ അടിയാൻ തുടങ്ങും. നിന്റെ എതിരെ വാളെടുത്ത് വെക്കുന്ന, നമ്മൾ ഈ ചിലരൊക്കെ പറയാം കൈ ചൂണ്ടി നിർത്തി എന്നൊക്കെ പറയാം. ലോകത്ത് കേൾക്കുന്ന വാക്കാ കൈ ചൂണ്ടി. ഒരു ആന ഇങ്ങോട്ട് വന്ന് ഞാൻ കൈ ചൂണ്ടി അവനെ നിർത്തിയെന്നാണ് എന്നൊക്കെ പറയുന്നത് പോലെ നോക്കിയാൽ നീ ഒരൊറ്റ നോട്ടം നോക്കിയാൽ മതി. ആത്മാവിൽ നിറഞ്ഞവനായി ഉറ്റു നോക്കി. നിന്റെ നോട്ടത്തിന്റെ അകത്ത് അഭിഷേകമാണ്. നിന്റെ അകത്ത് വ്യാപരിക്കുന്നു. മുട്ടുമടക്കും. ഇങ്ങോട്ട് എതിർത്ത് വയ്ക്കാന്ന് ചോദിച്ചാൽ ഞാൻ എന്നാ ചെയ്തു തരുന്നത്, സാറിന് എന്നാ ചെയ്തു തരുന്നത്, വേറെ വിളിച്ചോണ്ടാ ഇങ്ങോട്ട് വന്നേ. ഉടനെ അതേ വ്യക്തി ചോദിക്കുക, സാറിന് ഞാൻ എന്നാ ചെയ്തു തരും. നോക്ക്, ആത്മാവിൽ നിറഞ്ഞവരായി നടക്കണം. യു ക്യാൻ ഓവർകം യുവർ ഓൾ ഫ്ലഷ്ലി നേച്ചേഴ്സ് ആൻഡ് യു ക്യാൻ ട്രാമ്പിൾ സേറ്റൻ അണ്ടർ യുവർ ഫീറ്റ്. നിങ്ങളുടെ കാലിന്റെ കീഴിൽ പിശാചിനെ മെതിച്ചു കളയാൻ പറ്റും. പരാജയപ്പെട്ടവന് നോക്ക്, തകർത്ത് കളഞ്ഞു അല്ലേ? നമുക്ക് വിശ്വാസം മോഷ്ടിക്കാൻ നോക്കിയതാണ്. ഒരു വാതിൽ അവിടെ അടയ്ക്കാൻ നോക്കിയതാണ്. പരിശുദ്ധാത്മാവ് വാതിൽ തുറക്കുന്നവനാണ്. നിങ്ങളുടെ പരാജയങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പരാജയപ്പെട്ട് നിൽക്കുന്നത് ജയമാക്കി പരിശുദ്ധാത്മാവ് മാറ്റും. എന്റെ ജീവിതത്തിൽ ഞാൻ സാക്ഷ്യം ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്റെ അനുഭവ സാക്ഷ്യമാണ്. ജീവിതത്തിലെല്ലാം തകർന്ന്, ബിസിനസ് മുഴുവൻ തകർന്ന്, ഭീകരമായ വിഷയങ്ങളിൽ 69ഓളം കേസുകൾ, 25ഓളം അറസ്റ്റ് വാറണ്ടുകൾ. ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ വരുമ്പോൾ എന്റെ അവസ്ഥ അതായിരുന്നു. എല്ലാം തീർന്നു, ഇനിയും ഒരു ഉയർച്ചയില്ല, എല്ലാ വാതിലുകളും അടഞ്ഞു. പക്ഷെ കർത്താവിനെ വന്ന് ആരാധിക്കാൻ എനിക്ക് കൂടുതലൊന്നും അറിയത്തില്ല. വരും, കൈയടിക്കും, പറയുന്ന കേൾക്കും, ആമീൻ പറയും, വിശ്വസിക്കും. ഷിനായിക്ക് വലിയ സൗഖ്യം കർത്താവ് കൊടുത്തു. അതൊരു പിടിച്ചു കയറാനൊരു മുന്നേറ്റമായിരുന്നു. ഐ വാസ് എ ടോട്ടൽ ആൽക്കഹോളിക്. മദ്യപാനത്താൽ തകർന്ന ഒരു ജീവിതത്തിന്റെ ഉണർന്നിരിക്കുമ്പോഴേ പ്രൈസ് നോക്കി ഉറങ്ങിക്കിടക്കുമ്പോൾ മാത്രമേ കുടിക്കാതിരിക്കത്തുള്ളൂ. അല്ലാത്ത സമയം മുഴുവൻ കുടിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ തകർന്ന ഒരു ജീവിതത്തിന്റെ ഉടമയാണ്. എന്നാൽ കർത്താവ് എന്റെ മേൽ വാഴാൻ തുടങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവ് എന്റെ ജീവിതത്തിന്റെ പരിശുദ്ധാത്മാവ് നിയന്ത്രണം ഏറ്റെടുക്കും. ആത്മാവിനാൽ പൗലോസ് പറയുന്നത്, ആത്മാവിനാൽ നടത്തപ്പെടുന്നവരായി തീരും നമ്മൾ. സങ്കീർത്തനങ്ങളും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും വായിന്ന് അഴുക്ക് വാക്കേ വരത്തുള്ളൂ. ഇപ്പൊ വായിന്ന് എന്ത് ചെയ്യുക? ലാവണ്യമുള്ള വാക്ക്, മറ്റുള്ളവർക്ക് ആശ്വാസം കൊടുക്കുന്ന. നിങ്ങളുടെ വാക്ക് മറ്റുള്ളവർക്ക് ആശ്വാസം കൊടുക്കുന്നതാണോ അതോ മറ്റുള്ളവരെ തീ പിടിപ്പിക്കുന്ന വാക്കാണോ? ആശ്വാസം കൊടുക്കുന്ന, അനേകർക്ക് സമാധാനം കൊടുക്കുന്ന. നിങ്ങളൊരു വാക്ക് പറയുമ്പം പീസ് ഓഫ് ഗോഡ് അവിടെ വീഴണം. സൂപ്പർ നാച്ചുറൽ പീസ്. അത് നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉള്ളതിന്റെ അടയാളമാണ് ആ പീസ് വരാൻ തുടങ്ങുന്നത്. ഭയങ്കര വഴക്ക് നടക്കുന്ന ഒരു സ്ഥലത്ത് നിങ്ങളൊരു വാക്ക് പറയുമ്പോൾ സമാധാനം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ വ്യക്തി, ഹി വിൽ ബി എ വിക്ടർ. അവരുടെ പരാജയങ്ങൾ ജയങ്ങളായി മാറാൻ തുടങ്ങും. എന്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ എല്ലാ തകർച്ചയിലുമാണ് കർത്താവിന്റെ അടുത്ത് വന്നു. എന്നാൽ ആത്മാവിൽ നിറഞ്ഞപ്പോൾ പ്രൈസ്, ഓരോ ദിവസവും യേശുവിൽ മുമ്പോട്ടുള്ള ജീവിതം മുന്നേറി കഴിഞ്ഞപ്പോൾ ഞാൻ ഏത് ബിസിനസ്സിൽ തകർന്നോ അതേ ബിസിനസ്സിൽ എന്റെ കർത്താവ് എന്നെ ഉയർത്തി. നോക്കി, എല്ലാ കമ്പനികളും എന്റെ പേരിൽ കേസ് കൊടുത്തിരിക്കുകയാണ്.
ആ കമ്പനികളൊക്കെ കൊണ്ടുവന്ന് ഡീലർഷിപ്പ് മടക്കി കൊണ്ടുവന്നതാണ്. ഇതെല്ലാം പരിശുദ്ധാത്മാവിനെ സാധിക്കുന്നത്. നോക്കി, എല്ലാവരും തള്ളിക്കളഞ്ഞത്, ആരും സഹായിക്കാനില്ല. പെട്ടെന്നൊരു വാതിൽ തുറക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഡോർ ഓപ്പണർ. പെട്ടെന്ന് ചില വ്യക്തികളെ ഒരുക്കുകയാണ്. എനിക്കൊരിക്കലും മറക്കാൻ മേലാത്ത ആളാണ് തോമാച്ചൻ ബ്രദർ. ഞാൻ എല്ലാം തീർന്നിരിക്കുന്ന സമയത്ത് വീണ്ടും ബിസിനസ് ഓർക്കാൻ കർത്താവ്, നിങ്ങളൊന്ന് ആലോചിച്ച്, 25 അറസ്റ്റ് വാറണ്ടുള്ള ഒരാൾക്ക്. ഞാൻ കോഴഞ്ചേരി ഷാജി ബ്രദറിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്. തന്റെ സ്വന്തം ഷോപ്പിംഗ് കോംപ്ലക്സ് പണിത് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ദേ ഇവിടെ വന്ന് വേണമെങ്കിൽ തുടങ്ങിക്കോ. കർത്താവ്, അപ്പൊ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഭയങ്കര വിഷയമാണ്. എന്റെ പിതാവ് ജീവനോടെ ഉണ്ടായിരുന്ന സമയമാണ്. എന്റെ പിതാവും മാതാവും അവർ രണ്ടുപേരും ജീവനോടെ ഉണ്ടായിരുന്ന സമയമാണ്. അപ്പൊ എന്റെ അച്ചായൻ പറയുന്ന ഒരു കാര്യമുണ്ട്, നീ ഇവിടെ ഇരുന്നാ മതി, നിനക്ക് കഴിക്കാനുള്ളത്, നിന്റെ ഭാര്യയെ പിള്ളേരെയും ഒക്കെ നോക്കാനുള്ളത് ഞാനിവിടെ തരും നിനക്ക്. നീ വീട്ടിൽ ബിസിനസ് എന്ന് പറയുന്നതിന് മിണ്ടിപ്പോകരുത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കർത്താവ് അത്ഭുതകരമായ വാതിൽ തുറക്കുന്നത്. ഞാൻ തങ്കുബ്രറിനോട് എന്ന് പറഞ്ഞ, തങ്കുബ്രറെ ഇങ്ങനെ ഒരു വഴി തുറന്നിരിക്കുകയാണ്, ബിസിനസ് തുടങ്ങാൻ ഒരു സ്ഥലം. ഷാജി ബ്രദർ ഒരു അഡ്വാൻസ് ഒന്നും വേണ്ട, വേണമെങ്കിൽ വന്ന് തുടങ്ങിക്കോ. നോക്കിയോ, ഓപ്പൺ ഇൻവിറ്റേഷനാ. ഗോഡ് വിൽ ഓപ്പൺ ദ വേ. പരിശുദ്ധാത്മാവിൽ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ വഴികൾ തുറന്നു വരും. അങ്ങനെ നോക്ക്, ഒരു ചെറിയ വായ്പ, ഞാൻ പലപ്പോഴും പറയും, വായ്പ വാങ്ങിച്ചൊരു 16,000 രൂപ, അത് വെച്ചാ വീണ്ടും ഈ ബിസിനസ് തുടങ്ങിയത്. അതിനെ കർത്താവ് അനുഗ്രഹിച്ചു. ആ സ്ഥാപനത്തിൽ ഇരുന്ന് എന്റെ ഭീകരമായ കടഭാരം മുഴുവൻ ഞാൻ വീട്ടിൽ തന്നു. എന്റെ കട, ഗോഡ് ഹാസ് വേസ്. ഒരാൾ ആത്മാവിൽ നിറഞ്ഞാൽ അവരുടെ പരാജയങ്ങളെ എങ്ങനെയാണ് കേസ് കൊടുത്തിരിക്കുന്ന കമ്പനിക്കാരൊക്കെ ഡീലർഷിപ്പ് ഇങ്ങോട്ട് കൊണ്ടുതരും? ബൈ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന് സകലതും സാധിക്കും. പ്രിയപ്പെട്ടവരെ, ആ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മുടെ പരാജയങ്ങളെയെല്ലാം കർത്താവ് ജയമാറ്റി മാറ്റും. മൂന്ന് പ്രധാന കാര്യങ്ങൾ. ഒന്ന്, ഈ വിൽ ടേക്ക് അവേ അവർ ഫിയർ. 2, ഈ പരിശുദ്ധാത്മാവ് എന്നെ മറികടക്കാൻ, എന്റെ ജഡീക സ്വഭാവങ്ങളെ മറികടക്കാൻ സാധിക്കും. 3, പ്രൈസ് ദി ലോർഡ്, നോക്ക്, ഈവിൾ സ്പിരിറ്റിനെ, പിശാചിന്റെ സകല പ്രവർത്തികളെയും എന്റെ കാലിന്റെ കീഴിൽ മെതിച്ചു കളയാൻ പരിശുദ്ധാത്മാവ് എനിക്ക് ബലം തരും. 4, എന്റെ പരാജയങ്ങളെയെല്ലാം പരിശുദ്ധാത്മാവ് ജയമാക്കി മാറ്റും. പ്രൈസ്, ഓണർ ദ ഹോളി സ്പിരിറ്റ്. ആ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച്, ആ ഗലാത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ. ഇനി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. എന്നെ കേൾക്കുന്ന എല്ലാവരോടും പറയാം, ദ വേ ഈസ് ദ ഹോളി സ്പിരിറ്റ് വേ. പരിശുദ്ധാത്മാവ്, ഇതാ പുതിയ നിയമത്തിൽ നമുക്ക് തന്ന, യേശു നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹം. ഇറ്റ് ഈസ് ദ ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ്. ഓണർ ദ ഹോളി സ്പിരിറ്റ്. ആ പരിശുദ്ധാത്മാവിന് കൊടുക്കേണ്ട സ്ഥാനം ജീവിതത്തിൽ ഒന്ന് നടക്കാൻ തുടങ്ങിക്കേ. യു വിൽ ബി ബ്ലെസ്ഡ്. എവറി ഏരിയ, എല്ലാ ഭാഗങ്ങളും. നിങ്ങളുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും. നിങ്ങളുടെ സാമ്പത്തിക രംഗം അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും. നിങ്ങളുടെ ആരോഗ്യം അനുഗ്രഹിക്കപ്പെടാൻ, എല്ലാ മേഖലകളിലും സുഖമായിട്ട് വൈകിട്ട് കിടന്ന് ഉറങ്ങിയാൽ, ചിലർ തിരിഞ്ഞു മറിഞ്ഞും കിടക്കാം. ഇന്നലെ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ ചിലർ വന്നായിരുന്നു. ഞാൻ ഉറക്കമില്ല ബ്രദറെ, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഉറങ്ങാൻ പറ്റുന്നില്ല. നോക്ക്, നല്ല ഉറക്കം തരും. സുഖമായിട്ട് പൂർണ്ണ ബലത്തോടെ ആരോഗ്യത്തോടെയും അധികാലത്ത് ചാടി എഴുന്നേക്കാം. പരിശുദ്ധാത്മാവ് കൃപ തരും. കർത്താവിനെ മഹത്വപ്പെടുത്താൻ, സ്തോത്രം പറയാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ കർത്താവെ, അവിടുന്ന് എന്നോട് സംസാരിച്ച ദൈവവചനം ഞാൻ അവരോട് പറഞ്ഞു. ആത്മാവിനെ അനുസരിച്ച് നടത്തി. പൗലോസ് പറയുന്ന പോലെ നിങ്ങൾ ആത്മാവിൽ നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പാടി ദൈവത്തിന് സ്തോത്രം ചെയ്തു. അങ്ങനെ നടക്കാൻ ഓരോരുത്തർക്കും കർത്താവ് കൃപ കൊടുക്കുന്നതിനായി സ്തോത്രം. ഇന്ന് ഭയത്തിലാണോ ഇരിക്കുന്നത്? പരാജയത്തിലാണോ ഇരിക്കുന്നത്? ദുഃഖിച്ചിരിക്കുകയാണോ? പിശാചിന്റെ പല പ്രവർത്തികൾ അവരുടെ ജീവിതത്തിന്റെ പല മേഖലകളെയും തകർത്തിട്ടിരിക്കുകയാണോ? യേശുവിന്റെ നാമത്തിൽ കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഓരോരുത്തരുടെയും ജീവിതത്തിൽ അധിവസിക്കുന്നതിനായി സ്തോത്രം. യേശു പറഞ്ഞ വാക്കുണ്ട്, ദാഹിക്കുന്നവർ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവെ, ഇന്ന് ദാഹത്തോടെ എനിക്ക് അടുത്തൊരു നിറവ് വേണമെന്ന് ചോദിക്കുന്ന ഓരോരുത്തരുടെയും മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകം ഇറങ്ങുന്നതിനായി സ്തോത്രം. വലിയ നിറവുണ്ടാക്കട്ടെ. Fill them with Holy Spirit and power. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു.
കർത്താവ് അധികം കൃപ കൊടുക്കുന്നതിനായി സ്തോത്രം. കർത്താവെ, അവരുടെ കടഭാരങ്ങൾ മാറട്ടെ, അവരുടെ രോഗബന്ധനങ്ങൾ ഇപ്പോൾ തന്നെ അഴിയട്ടെ, പിശാചിന്റെ പ്രവർത്തികൾ അഴിഞ്ഞു മാറാൻ കൽപ്പിക്കുന്നു. തലമുറകൾ യേശുവിൻ നാമത്തിൽ ബ്ലസ്ഡ് ആകട്ടെ, അവർ ലോകത്തിൽ ഉന്നതരായി തീരട്ടെ, ക്രിസ്തുവിൽ അവർ പ്രസിദ്ധരായി തീരട്ടെ. ആ വീടുകൾ സമാധാനമുള്ള വീടുകളായി, സന്തോഷമുള്ള വീടുകളാക്കി എന്റെ കർത്താവ് തീർത്തിരിക്കാൻ സ്തോത്രം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ നിറവിനോളം ക്രിസ്തുവിൽ നിറയപ്പെടട്ടെ. പ്രാർത്ഥന കേട്ടതോർത്ത് നന്ദി, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. സോ ഈ പുതിയ ആഴ്ച let it be a blessed week, ഒരു അനുഗ്രഹിക്കപ്പെട്ട ആഴ്ചയായി മാറട്ടെ. സോ we can overcome by his spirit. ഏത് സാഹചര്യത്തെയും ദൈവത്തിന്റെ ആത്മാവിനാൽ നമുക്ക് ജയിക്കാൻ പറ്റും, നമുക്ക് മറികടക്കാൻ പറ്റും. സോ കർത്താവ് ധാരാളമായി നിങ്ങളെ ഓരോരുത്തരെയും അറിയിക്കട്ടെ. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് കർത്താവിന്റെ സ്നേഹവും സമാധാനവും പറഞ്ഞയക്കാൻ. God bless you and you may excel in every area of your life. God bless you. God bless you. Have a wonderful day. God bless you. കർത്താവ് അനുഗ്രഹിക്കട്ടെ. And share the video also. നമുക്ക് നാളെ രാവിലെ കർത്താവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ ഇതേ സമയത്ത് നമുക്ക് വീണ്ടും കാണാം. ഷീന ഇന്ന് തിരക്കിലായിപ്പോയി, അതാ ഇരിക്കാഞ്ഞത്. സോ നാളെ കൂടെ കാണും. സോ God bless you. Have a wonderful day. God bless you. Share the video. God bless you.